സർക്കാർ പുറത്തുവിടണമെന്ന് എ കെ ആന്റണി ആവശ്യപ്പെട്ട ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തുവിട്ടത്. ശിവഗിരി, മാറാട് ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ടുകൾ നിയമസഭയുടെ വെബ്സൈറ്റിലുണ്ട്. നടപടി റിപ്പോർട്ട് സഹിതമാണ് ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ടുകൾ സഭയുടെ മേശപ്പുറത്ത് വെച്ചത്. മുത്തങ്ങ വെടിവെപ്പിനെക്കുറിച്ച് അന്വേഷിച്ച CBIയുടെ റിപ്പോർട്ട് ഹൈക്കോടതിയിലാണ് സമർപ്പിച്ചത്. എ കെ ആന്റണിക്ക് വൈകിയ വേളയിലും തിരിച്ചറിവ് വന്നത് നല്ലതെന്ന് CK ജാനു. പ്രശ്നത്തിന് രാഷ്ട്രീയ പരിഹാരമാണ് ഉണ്ടാക്കേണ്ടത്. മുത്തങ്ങ കേസിന്റെ ഭാഗമായി ഇപ്പോഴും ആദിവാസി വിഭാഗത്തിലുള്ളവർ കോടതി കയറി ഇറങ്ങുകയാണ്. ഇപ്പോഴും ഭൂമി ആദിവാസികൾക്ക് ലഭിച്ചിട്ടില്ലെന്നും CK ജാനു പറഞ്ഞു. ഈ വൈകിയ വേളയിൽ ഖേദം പ്രകടിച്ചതിൽ എന്തായാലും തിരിച്ചറിഞ്ഞല്ലോ, അത് ചെയ്തത് തെറ്റാണെന്നുള്ള ഒരു തിരിച്ചറിവുണ്ടായതിൽ, അങ്ങനെ ഉണ്ടായതിൽ എന്താ ഒരു ചെറിയ ആശ്വാസം എന്ന് പറയാൻ നമുക്ക് പറ്റില്ല. കാരണം അങ്ങനെ പറയണമെങ്കിൽ അതിൻ്റെതായിട്ടുള്ള എന്തെങ്കിലും ഒരു നടപടിക്രമങ്ങളിലേക്ക് ശരിക്കും പോകണമായിരുന്നു. മരണപ്പെട്ട ആളുകളുടെ പേരിലുള്ള കേസ് തീർന്നു. ഞങ്ങൾക്ക് ഇപ്പോഴും ജീവനോടെ ഇരിക്കുന്നുണ്ട്. ഞങ്ങളുടെ കേസ് ഇപ്പോഴും തീർന്നിട്ടില്ല. ഇപ്പോഴും അത് നടന്നുകൊണ്ടിരിക്കുക. മുത്തങ്ങയിൽ അന്ന് കയറിയിട്ടുള്ള ആളുകൾക്ക് ഇതുപോലെ ഭൂമി പോലും ഇതുവരെയും കിട്ടിയിട്ടില്ല. സുർജിത്ത് അയ്യപ്പത്ത് വിവരങ്ങളുമായി. സുർജിത്ത്, ഇന്നലെ മുൻ മുഖ്യമന്ത്രി എ കെ ആന്റണി ഖേദപ്രകടനം നടത്തി മുത്തങ്ങ സംഭവം, ഒപ്പം ശിവഗിരി സംഭവത്തിലൊക്കെ ഉൾപ്പെടെ അദ്ദേഹത്തിന്റെ പ്രതികരണം ഉണ്ടായിരുന്നു. ഈ വിഷയത്തിൽ CK ജാനു പറയുന്നത് എന്താണ്? അദ്ദേഹം ഇന്നലെ എ കെ ആന്റണി ചില അവകാശവാദങ്ങൾ കൂടി ഉന്നയിക്കുന്നത് നമ്മൾ കേട്ടതാണ്. ഏറ്റവും കൂടുതൽ ഭൂമി ആദിവാസികൾക്ക് കൊടുത്തത് താൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്താണ് എന്നതുൾപ്പെടെ മുത്തങ്ങ സംഭവം ഉണ്ടാകുന്ന സാഹചര്യത്തെക്കുറിച്ചൊക്കെ അദ്ദേഹം വിശദമായി പറയുന്നുണ്ടായിരുന്നു. CK ജാനു എന്താണ് ഈ വിഷയത്തിൽ വ്യക്തമാക്കിയത്? ഭൂമി UDF സർക്കാരാണ് നൽകിയതെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല എന്നുള്ളത് CK ജാനു പറയുന്നുണ്ട്. പക്ഷേ അതോടൊപ്പം എ കെ ആന്റണി പറഞ്ഞ നിലപാടുകളുണ്ട്. അതായത് അന്നുണ്ടായിട്ടുള്ള പോലീസ് അതിക്രമങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ അതിൽ ഒരു തരത്തിലുള്ള വൈകി വന്ന തിരിച്ചറിവാണ് എന്നുള്ളതാണ്. എ കെ ആന്റണിക്ക് വൈകി വന്ന തിരിച്ചറിവ് എന്നാണ് CK ജാനു പറയുന്നത്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട ഭൂമി വിഷയങ്ങളിൽ ഉണ്ടാകേണ്ടത് രാഷ്ട്രീയ പരിഹാരമാണ്. അത്തരം പരിഹാരമുണ്ടാകുന്ന ഇടപെടലുകളാണ് ഉണ്ടാകേണ്ടതെന്നും പറയുന്നുണ്ട്. അന്ന് ഈ സമരത്തിൻ്റെ ഭാഗമായി ഉണ്ടായിരുന്ന ആദിവാസി വിഭാഗത്തിൽ ഉൾപ്പെട്ട ആളുകളെല്ലാം തന്നെ ഇപ്പോഴും കോടതി കയറിയിറങ്ങുന്ന ഒരവസ്ഥയാണ്. എന്നിട്ട് പോലും ഈ ആദിവാസി വിഭാഗത്തിന് പൂർണ്ണമായ രീതിയിൽ ഭൂമി ലഭ്യമാക്കുന്ന നടപടി ഒരു തരത്തിലും ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യം കൂടി അവർ പറയുന്നുണ്ട്. ഈ അങ്ങനെ പരിഹരിച്ചാൽ, അതായത് രാഷ്ട്രീയ പരിഹാരം ഉണ്ടാക്കിയ ശേഷം മാത്രമേ അതിനകത്ത് മാപ്പ് എന്നുള്ള കാര്യം പോലും ഉള്ളൂ എന്നുള്ളതാണ്. 100 കൊല്ലമായാലും ഇതിനകത്ത് മാപ്പ് നൽകാവുന്ന രീതിയിലുള്ളൊരു ഇടപെടലല്ല ഉണ്ടായിട്ടുള്ളത്. എ കെ ആന്റണി മറ്റൊരു പറഞ്ഞൊരു കാര്യം, കേന്ദ്ര സർക്കാരിൻ്റെ ഒരു സമ്മർദ്ദം സംസ്ഥാന സർക്കാരിന് മുകളിൽ ഉണ്ടായിരുന്നു ഭൂമി വനം ഒഴിപ്പിക്കുന്ന കാര്യത്തിൽ എന്നുള്ളതാണ്. വനം കയ്യേറിയാണ് ഈ സമരം നടന്നത്. അത് ഒഴിപ്പിക്കുന്ന കാര്യത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ എന്നിരുന്നാൽ പോലും ആദിവാസികൾക്കെതിരെ വെടിയുതിർക്കുകയാണോ വേണ്ടത് എന്നുള്ള ചോദ്യം കൂടി ഉന്നയിക്കപ്പെടുന്നുണ്ട്. അവിടെ മനുഷ്യരാരും ഉണ്ടായിരുന്നില്ല. ശരിക്കും നരവേട്ടയാണ് അവിടെ നടന്നത്. അതായത് പോലീസുകാരെല്ലാം തന്നെ വേട്ടപ്പട്ടികളുടെ സ്വഭാവത്തോടു കൂടിയാണ് ഇടപെട്ടത് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്തായാലും മുത്തങ്ങ സമരം ജനാധിപത്യപരമായ സമരമായിരുന്നു. ആ സമരത്തിന് നേരെയുണ്ടായ ഈ അതിക്രമത്തിന് എത്ര കാലം കഴിഞ്ഞാലും അതിന് മാപ്പ് നൽകാൻ കഴിയില്ല എന്നുള്ള തരത്തിലുള്ള നിലപാടാണ് CK ജാനു പങ്കുവയ്ക്കുന്നത്. ഏതായാലും മുൻ മുഖ്യമന്ത്രി എ കെ ആന്റണിയുടെ ഇന്നലത്തെ വിശദീകരണത്തോടെ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഈ സംഭവം, മുത്തങ്ങ സംഭവം ഉൾപ്പെടെ ചർച്ചയാവുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.